നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിഷുചന്തകൾക്ക് തുടക്കം. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിലും പന്മനയിലും വിഷുചന്തകൾ ആരംഭിച്ചു. കുടുംബശ്രീ തനത് ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ലഭ്യമാകും. ഓച്ചിറയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി. പരബ്രഹ്മ ആശുപത്രിയുടെ മുൻവശം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടത് തുറക്കണം. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും എല്ലാ മലയാള മാസവും ശബരിമലയ്ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും പ്രവർത്തക സമിതി യോഗം. കരുനാഗപ്പള്ളിയിൽ താലൂക്ക് ലൈബ്രറി സംഗമം. കേരള ലൈബ്രറി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗ്രന്ഥശാലകളുടെ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാനും തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. വിഷു വിപണനമേള ആരംഭിച്ചു. പന്മന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ടയിലാണ് വിഷു വിപണനമേള ആരംഭിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് വിഷു വിപണനമേളയ്ക്ക് തുടക്കമായത്. ഇടപ്പള്ളിക്കോട്ടയിലാണ് വിപണനമേള ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. നാടിൻ്റെ വിഷു പുലരിയിലേക്ക്, ഒരു പുതുവർഷ പുലരിയിലേക്ക് നാം കടക്കുകയാണ്. ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും നല്ല കണി കൊണ്ടുണരാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ആകെ ഉത്സവമാണ് വിഷു എന്നത്. സ്വാഭാവികമായും ഈ വിഷു പുലരിയെ വരവേൽക്കാൻ പന്മന കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു വിഷു ചന്തയാണ്, വിപണന മേളയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ വിഷുവിനെ വരവേൽക്കാൻ വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ CDS അംഗങ്ങൾ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെയും മറ്റു ഭാരവാഹികൾ, പ്രിയമുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻവർ കാട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, താജ് പോരൂക്കര, സുജാ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളിയിൽ വിഷുചന്തയ്ക്ക് തുടക്കമായി. കുടുംബശ്രീ മിഷന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിപണി പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ തനത് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വില കുറച്ച് ലഭ്യമാകും. കരുനാഗപ്പള്ളിയിൽ വിഷുചന്തയ്ക്ക് തുടക്കമായി. കുടുംബശ്രീ മിഷന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് 4 ദിവസത്തെ വിഷുചന്തയ്ക്ക് തുടക്കം കുറിച്ചത്. കുടുംബശ്രീ പ്രവർത്തകരുടെ തനതുൽപ്പന്നങ്ങൾ വിപണിയിൽ വില കുറച്ച് ലഭിക്കും. നഗരസഭയിൽ 200ഓളം കുടുംബശ്രീ യൂണിറ്റുകളാണ് ഉള്ളത്. വിവിധതരം അച്ചാറുകൾ, പച്ചക്കറി, പലഹാരങ്ങൾ, ശുദ്ധമായ വെളിച്ചെണ്ണ തുടങ്ങിയവ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. 15-ന് വിഷു വിപണി സമാപിക്കും. 3 ദിവസത്തെ ചന്തയാണ് ഇവിടെ നടത്തുന്നത്. കുടുംബശ്രീ മിഷൻ ഉത്സവ സീസണുകളിൽ, പ്രത്യേകിച്ച് ഓണം, ക്രിസ്മസ്, വിഷു തുടങ്ങിയ ഉത്സവ സീസണുകളിൽ നമ്മുടെ സംരംഭകർക്ക് വരുമാനം ഉണ്ടാക്കുക, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ സമൂഹത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കുടുംബശ്രീ മിഷൻ ഈ മേളകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സംരംഭകർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മളുടെ ഈ മേള. മേളയിൽ തനത് ഉൽപ്പന്നങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കണി ഐറ്റംസും നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കണി വിഭവങ്ങളായിട്ട് ഇവിടെ വിതരണം ചെയ്യുന്നത്. നമ്മുടെ സംരംഭകർക്ക് വരുമാനം ഉണ്ടാക്കുക, അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ വിഷരഹിതമായ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് വിൽപ്പന നടത്തുക, വരുമാനം ഉണ്ടാക്കുക എന്നതാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അമ്മയ്ക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് അപകടത്തിൽ മരിച്ചു. അടൂർ ഏനാത്ത് മണ്ണടി ചരുവിള പുത്തൻ വീട്ടിൽ ഷാനവാസ് സീന ദമ്പതികളുടെ മകൻ അംജത്താണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. കൊല്ലം പത്തനംതിട്ട അതിർത്തിയായ 7 മൈൽ ജംഗ്ഷനിൽ ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സിനിമാ പറമ്പിലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു സീനത്തും മകനും. കാർ ഓടിച്ചിരുന്ന കൊല്ലം അയത്തിൽ കുറ്റിച്ചിറ തണൽ വീട്ടിൽ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓച്ചിറയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. ഓച്ചിറയിൽ അടിപ്പാത പര്യാപ്തമല്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിയുടെ മുൻവശം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടത് തുറക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും എല്ലാ മാസവും ശബരിമലയ്ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും പ്രവർത്തക സമിതി യോഗം ആവശ്യം ഉന്നയിച്ചു. ഉപയോഗിക്കുമെന്നും ക്ഷേത്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണ നിബന്ധനകൾക്ക് വിധേയമായും
ഓച്ചിറയിൽ എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിവിധ ഉത്സവങ്ങൾ നടക്കുന്ന ഓച്ചിറയിൽ അടിപ്പാത പര്യാപ്തമല്ല. ഉത്സവ സമയങ്ങളിൽ വലിയ തിരക്കുള്ളപ്പോൾ കോട്ട പോലെ രണ്ട് വശവും കെട്ടിയാലുണ്ടാകുന്ന അപകടം ചെറുതല്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്നാണ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടത്. പരബ്രഹ്മ ആശുപത്രിയുടെ മുൻഭാഗം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിരിക്കുകയാണ്. നിലവിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി വേണം ആശുപത്രിയിലെത്താൻ. അതിനാൽ അടിയന്തിരമായി അടച്ച ഭാഗം തുറന്നു നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. എല്ലാ മലയാള മാസവും ഓച്ചിറയിൽ നിന്നും ശബരിമലയിലേക്കുണ്ടായിരുന്ന KSRTC ബസ് പുനഃസ്ഥാപിക്കണം. ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഒരു വലിയ മത്സരത്തിൽ കൂടി കടന്നു വന്നവരാണ്. 52 കരകളിൽ ഏകദേശം ഒരു വർഷം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതിനുശേഷം ഘട്ടഘട്ടമായി 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുത്തു വന്ന ഭരണസമിതികളാണ്. വാശിയേറിയ മത്സരങ്ങളായിരുന്നു കരയിൽ. പ്രസിഡന്റ് R രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, V സാഗർ, NDV, PK വിക്രമൻ, K പത്മകുമാർ, CR കുസുമൻ, B ശിവപ്രസാദ്, C നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച താലൂക്ക് ലൈബ്രറി സംഗമം സമാപിച്ചു. കേരള ലൈബ്രറി കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ലൈബ്രറി സംഗമത്തിൽ തീരുമാനമായി. ഗ്രന്ഥശാലകളുടെ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാനും തീരുമാനിച്ചു. കേരളത്തിൽ ശ്രദ്ധേയമായ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നടത്തിയ ലൈബ്രറികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവ ഇതര ഗ്രന്ഥശാലകൾക്ക് മാതൃകയാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മ സൃഷ്ടിച്ച ലൈബ്രറി കോൺക്ലേവ് സംഘടിപ്പിക്കാൻ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സംഗമം തീരുമാനിച്ചത്. ഗ്രന്ഥശാലകളെ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റലൈസേഷനും നടപ്പാക്കും. നിലവിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന 144 ഗ്രന്ഥശാലകൾ കരുനാഗപ്പള്ളി താലൂക്കിലുണ്ട്. അവയിൽ 55% ഗ്രന്ഥശാലകളും ഉയർന്ന ഗ്രേഡിൽ പ്രവർത്തിക്കുന്നവയാണ്. ഈ വർഷം 94% ഗ്രന്ഥശാലകൾ പ്രവർത്തന ഗ്രാന്റിന് അർഹത നേടി. 1796 ഗ്രന്ഥാലോകം വരിക്കാരെ ചേർത്ത് സംസ്ഥാനത്ത് മുൻനിരയിലെത്തി. വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളുമായും അക്കാദമികളുമായും യോജിച്ച് നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അതിജീവനത്തിന്റെ പെൺവായന, വീട്ടക വായനാ സദസ്സുകൾ, വായനാ വസന്തം തുടങ്ങിയ പരിപാടികൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ എല്ലാ ഗ്രന്ഥശാലകളും പഞ്ചായത്ത് നേതൃസമിതികളും നടപ്പാക്കാനും തീരുമാനിച്ചു. താലൂക്ക് ലൈബ്രറി സംഗമത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ നിർവഹിച്ചു. അനുവാദികമായിട്ടാണ് തുക അനുവദിക്കുന്നത്. ഒന്നാം സ്ഥാനം കണ്ണൂരിൽ തന്നെയാണുള്ളത്. 2 നമുക്കാണുള്ളത്. 26,20,000 രൂപയാണ്. അത് വെച്ചിട്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തന്നെ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങൾ കൂടാതെ ആ നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിന്റെ 80ാമത് വാർഷികമാണ് ഈ വർഷം എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറെ അധികം പരിപാടികൾ ഗ്രന്ഥശാല തലത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചത്. 80 എഴുത്തുകാരെ നമുക്ക് ജില്ലാ തലത്തിൽ ആദരിക്കുക, നമ്മുടെ മൺമറഞ്ഞു പോയ അവരെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിട്ട് നടത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ കുറെ അധികം പരിപാടികൾ, ഇവിടെയും മൺമറഞ്ഞു പോയ നിരവധിയായ എഴുത്തുകാരുടെ മണ്ണാണിത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജില്ലാ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് A സജീവ് അധ്യക്ഷത വഹിച്ചു. V വിജയകുമാർ പ്രവർത്തന പദ്ധതി അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M സലീം, PK വിജയൻ, VP ജയപ്രകാശ് മേനോൻ, A പ്രദീപ്, M ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് S സുധി ക്ലാസ് നയിച്ചു. അവിടെ തന്നെ ഭരണകൂടം നിലനിൽക്കുന്ന കാലത്ത് അവിടെ എഴുതിയിട്ട് എന്തെങ്കിലും തരത്തിലൊരു പിഴവ് അതിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ചരിത്ര പുസ്തകവും വായിച്ച് നമ്മൾ ആ ചരിത്രത്തിന്റെ സത്യസന്ധതയെ അടയാളപ്പെടുത്തുന്നത് പോലെയല്ല ഒരു ഫിക്ഷനിൽ നാം ഒരു ചരിത്രത്തെ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം. കാരണം ഫിക്ഷൻ ചരിത്രമാവുകയും ചരിത്രം ഫിക്ഷൻ ആവുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാലത്ത് ഇതിന്റെ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്റഗ്രിറ്റിയാണ്. അപ്പൊ എഴുത്തിൽ ഫിക്ഷൻ ആണെങ്കിൽ പോലും ആ ചരിത്രം എഴുതുന്ന ആ ഭാഗങ്ങളിൽ ആ ഇന്റഗ്രിറ്റി, ആ ഓണസ്റ്റി, നമ്മൾ ചരിത്രത്തോടുള്ള നൈതികത. P ദീപു, C രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. വേറിട്ട ഗ്രന്ഥശാല വഴികളിലെ പ്രവർത്തന മാതൃകകൾ എന്ന സെഷനിൽ കണ്ണൂർ മയ്യിൽ സഫ്ദർ ഹഷ്മി സ്മാരക ഗ്രന്ഥശാല, എറണാകുളം കാലടി SNDP ലൈബ്രറി എന്നീ ഗ്രന്ഥശാലകളുടെ ഭാരവാഹികൾ അനുഭവ സാക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു. വിജയമ്മ ലാലി, G രവീന്ദ്രൻ,
തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്ു. എഴുത്ത് വർത്തമാനം എന്ന സെഷനിൽ നോവലിസ്റ്റ് വിനോദ് കൃഷ്ണ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് പി ശിവൻ അധ്യക്ഷത വഹിച്ചു. സീമാലക്ഷ്മിയുടെ അത്തറിന്റെ മണമുള്ള പെൺകുട്ടി എന്ന പുസ്തകവും അരുൺ കാളിശ്ശേരിയുടെ ഞാൻ എന്ന പുസ്തകവും താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകൾക്കും സൗജന്യമായി നൽകുന്നതിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇരവിപുരം തീരദേശ മേഖലയിൽ കുടിവെള്ളമില്ല. 2 ആഴ്ചയായി കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് തീരദേശവാസികൾ. 300-ലധികം കുടുംബങ്ങളാണ് ജലമില്ലാത്തതിനാൽ ദുരിതത്തിലായിട്ടുള്ളത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്ന പമ്പ് സെറ്റിന്റെ തകരാറാണ് ജലദൗർലഭ്യത്തിന്റെ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. നാളുകൊണ്ട് ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്നുണ്ട്. 6,000 രൂപയുടെ വെള്ളം വരെ ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾക്ക് വെള്ളം വേണ്ട, വെള്ളമില്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലേ. വെള്ളമല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം. ഒന്നാമത് കടപ്പുറവും കരയും ഒന്നും ഇല്ലാതെ കിടക്കുന്നത്. ആ കൂട്ടത്തിൽ ഇതും കടം മേടിച്ചു കൊടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. 2 ആഴ്ചയായി കുടിവെള്ളമില്ലാത്തതിന്റെ ദുരിതം പേറുകയാണ് ഇരവിപുരം തെക്കുംഭാഗം തീരദേശ മേഖലയിലെ 300ഓളം വരുന്ന കുടുംബങ്ങൾ. പ്രദേശത്തേക്കുള്ള പമ്പ് സെറ്റ് തകരാറിലായതുകൊണ്ടാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ 2 ആഴ്ചയായിട്ടും പമ്പ് സെറ്റിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മാസം കൊണ്ടേ വെള്ളമില്ല. മറ്റേത് അവര് ഒന്നരാടം വെച്ചെങ്കിലും വെള്ളം വരുമെന്ന് പറയുന്നെങ്കിലും അവര് വെള്ളം വിട്ടു തരുന്നില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര മാസം കൊണ്ടേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 1,200 രൂപ അടച്ചാണ് വെള്ളം, പ്രൈവറ്റ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ 1,200 അടച്ച് ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല. പിന്നെ ഇതിന്റെ മുമ്പ് ഇങ്ങനെയൊന്നും കടന്നില്ല. റോഡായാലും വെള്ളമായാലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളെ 10,000 രൂപ അടച്ചാണ് വെള്ളം എടുത്തത്. അറിയാവേ, ചുമ്മാ സർജറി അല്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന. എന്താ വെള്ളം വിടാത്ത? കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ 2-3 ദിവസം കൂടുമ്പോൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. വീണ്ടും വെള്ളം എത്തിക്കുന്ന വാഹനം എത്തണമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണം. ഈ സാഹചര്യത്തിൽ വലിയ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. വെള്ളത്തിനായി പ്രദേശവാസികൾ നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ്. വോട്ട് തേടിയെത്തിയവരോടും ജനപ്രതിനിധികളോടുമെല്ലാം നിരവധി തവണ കുടിവെള്ള പ്രശ്നം ഇവർ ചൂണ്ടിക്കാട്ടി. ഉടൻ ശരിയാകും എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ നാളിതുവരെയും ഇവിടേക്ക് കുടിവെള്ളം എത്തിയിട്ടില്ല. വെള്ളമില്ലാഞ്ഞിട്ട് കുറച്ച് ദിവസമായ, അതുകൊണ്ട് ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളം പറ്റി ഇപ്പൊ വെള്ളമില്ല. ആകെപ്പാടെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്താം. ഇന്ന് 5-6 ദിവസമായി കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ അപ്പുറത്തുനിന്നൊക്കെ വെള്ളം മേടിച്ച് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ഒരിടത്ത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ചൂടും പൊടിച്ച് റോട്ടിലെ പൊടിയും തിന്ന് ഇന്ന് ഓരോരുത്തരും ഒരു പരുവായി. വീട്ടിൽ ഒന്നിനും കിട്ടുന്നില്ല. ഞങ്ങൾ നാടുതോറും നടന്ന് 1 കുടം തരുമോ 2 കുടം തരുമോ എന്ന് കൊള്ളക്കണ്ണുള്ളവരുടെ വീട്ടുകളിൽ ചെന്നാ വെള്ളം മേടിക്കുന്നത്. അവർ ചിലപ്പോൾ 2 കുടം തരും, 3 കുടം തരും. അതിന്റെ അപ്പുറത്തോട്ടൊന്നും അവർ തരത്തില്ല. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ വണ്ടി കൊണ്ട് തരും. എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ 2 ആഴ്ച കൂടുതലായിട്ട് ഇവിടെ തീരദേശ മേഖലയിൽ വെള്ളമില്ല. കാരണം അന്വേഷിച്ചപ്പോഴ് കൗൺസിലറിനെ വിളിച്ചപ്പോഴ് വെള്ളം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വെള്ളം വരുന്നില്ല. വാക്കുകൾ മാത്രമേ വന്നോണ്ടിരിക്കുന്നുള്ളൂ വെള്ളം വരുമെന്നുള്ളത്. പിന്നീട് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചപ്പോഴത്തേന് ഇരവിടുത്തെ പമ്പ് ചീത്തയെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പമ്പ് 2 ആഴ്ച കൂടുതലായിട്ട് ചീത്തയായിട്ടും അത് ശരിയാക്കാനായിട്ട് എന്തുകൊണ്ട് താമസം എടുക്കുമെന്നാണ് അറിയിക്കുന്നത്. ഈ ചൂട് സമയത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദേശത്തു നിന്നുള്ള മകളുടെ ഫോൺ വിളിയിൽ രക്ഷിതാക്കൾ ഉണർന്നതിനാൽ മോഷണ ശ്രമം പരാജയപ്പെട്ടു. പത്തനാപുരം പുതുവലിലാണ് സംഭവം. മൊബൈൽ ഫോണിൽ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിനെ കണ്ടതോടെയാണ് മകൾ രക്ഷിതാക്കളെ വിളിച്ചത്. വീട്ടുകാർ ഉണർന്ന് സമീപവാസികളെ വിളിച്ചു വരുത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. വിദേശത്തു നിന്നും മകളുടെ ഫോൺ വിളി എത്തിയതോടെ വീട്ടുകാർ ഉണർന്നതോടെയാണ് മോഷണ ശ്രമം പരാജയപ്പെട്ടത്. പത്തനാപുരം പുതുവൽ താനൂർതറയിൽ റോയിയുടെ വീട്ടിലാണ് മോഷ്ടാവെത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. ഞങ്ങൾ ഇന്നലെ ഉറക്കമായിരുന്നു. അപ്പോൾ രാത്രി 12-1 മണി ആയപ്പോഴാണ് മോള് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അവൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയപ്പം കണ്ട്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഈ ബൈക്കിൽ കള്ളം വന്നേക്കുന്നു, പപ്പായിട്ട് എണ്ണീച്ച് ലൈറ്റ് ഇടാൻ പറയാം. അപ്പോൾ ചോദിച്ചാൽ എണ്ണീച്ച് ലൈറ്റ് ഇട്ടു. ഫുള്ള് ലൈറ്റ് ഇട്ട് ഇരുവശങ്ങളിലും കിടക്കുന്ന വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു. അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. അന്നേരം നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവന് ഈ പായ്ക്കിൽ കൂടെ നടക്കുന്നതും മതിൽ നനയ്ക്കുന്ന കല്ലിൻ്റെ പുറത്തൂടെ മതിലേ കയറി ഇവനെ ചാടി അപ്പുറത്തൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്.
പിന്നീട് ലൈറ്റ് എല്ലായിടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എങ്ങോട്ട് പോയി എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റി. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വിദേശത്തുള്ള മകൾ കണ്ടു. മകൾ മാതാപിതാക്കളെ വിവരമറിയിച്ചു. വീട്ടുകാർ ഉണർന്ന് ലൈറ്റ് ഇടുകയും സമീപവാസികളെ ഫോണിൽ വിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി മറയുകയായിരുന്നു. മോഷ്ടാവെത്തിയ വീടിന് സമീപത്ത് മാസങ്ങൾക്ക് മുമ്പ് വൃദ്ധമാതാവും സഹായിയും മാത്രമുള്ള വീട്ടിൽ മാരകായുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് വാതിൽ കുത്തിപ്പൊളിച്ച സംഭവമുണ്ടായി. അന്നും വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതര സംസ്ഥാനക്കാരാണ് മോഷ്ടാക്കളെന്നാണ് സംശയം. അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പുതുവൽ പ്രദേശം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസ് എത്താനും വൈകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന വയോധികന് ഗാന്ധിഭവൻ അഭയമായി. ശാസ്താംകോട്ട കടപുഴ പെരുവേലിക്കര സ്വദേശി രാധാകൃഷ്ണനെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ശാസ്താംകോട്ട കടപുഴ പഴയ ബസ് സ്റ്റാൻഡിന് തെക്ക് പെരുവേലിക്കര വാർഡ് സ്വദേശിയായ രാധാകൃഷ്ണനെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. വൃദ്ധയായ അമ്മയ്ക്കൊപ്പമാണ് ഇദ്ദേഹം കഴിഞ്ഞു വന്നത്. 2 വർഷം മുമ്പ് അമ്മ മരിച്ചു. സ്ട്രോക്ക് വന്ന് ഓർമ്മക്കുറവ് സംഭവിച്ചതിനെ തുടർന്ന് പല ആശുപത്രികളിലായി രാധാകൃഷ്ണന് ചികിത്സയും നൽകി. എന്നാൽ പൂർവ്വസ്ഥിതിയിലെത്തിയില്ല. അമ്മയുടെ മരണശേഷം ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് തകർന്നു വീഴാറായ വീട്ടിൽ കഴിയുകയായിരുന്നു രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയാണ് ഗാന്ധിഭവൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയാണ് രാധാകൃഷ്ണനെ ഏറ്റെടുത്തത്. കല്ലട ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണികണ്ഠൻ, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, വലിയ വിളയിൽ തസ്ലീം, നെറ്റിയാട്ട് പൗരസമിതി പ്രസിഡന്റ് റാഫി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു രാധാകൃഷ്ണനെ ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ പത്തനാപുരം ഗാന്ധിഭവന് ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഖകൻ കൊല്ലം ബ്യൂറോ സനൽ ഡി പ്രേമും അതുപോലെ തന്നെ വാർഡ് മെമ്പർ മണികണ്ഠൻ ഉൾപ്പെടെ ഗാന്ധിഭവന് തരികയുണ്ടായി. ഗാന്ധിഭവനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, എടുക്കാൻ സ്ഥലമില്ല. ഈ രാധാകൃഷ്ണൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അദ്ദേഹം ഒറ്റപ്പെട്ട് ഈ വീട്ടിലാണ് താമസം. നടക്കില്ല, മാനസികമായി തകർന്നു. ഒരു സഹോദരനും ബന്ധുമിത്രാദികളുമൊക്കെ വന്ന് ഭക്ഷണം കൊടുത്തു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. ഇത് ഗാന്ധിഭവൻ്റെ ശ്രദ്ധയിൽ വന്ന് ബഹുമാന്യനായ സെക്രട്ടറി പുനലൂർ സോമരാജൻ അവറുകൾ മെനഞ്ഞാന്ന് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഷംന റാഫി, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ നെറ്റിയാട്ട് റാഫി, കൂടാതെ എൻ്റെ സഹപ്രവർത്തകർ, ബാക്കിയുള്ള ഈ പ്രദേശവാസികൾ, മണികണ്ഠൻ ഉൾപ്പെടെ ഇന്ന് ഇദ്ദേഹത്തെ ഞങ്ങൾ പത്തനാപുരം ഗാന്ധിഭവനെ ഏറ്റെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ജനവാസ മേഖലയിൽ അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. റോഡരികിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ കുഴിക്കാട്, ഇടത്തറ, പാതിരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അറവു മാലിന്യം തള്ളുന്നത്. തെരുവുനായ ശല്യവും ദുർഗന്ധവും പക്ഷികൾ കിണറ്റിലുൾപ്പെടെ മാലിന്യം കൊണ്ടിടുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ റോഡരികുകളിലും ജലാശയങ്ങളിലും തള്ളുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അനധികൃത കശാപ്പുകാരുടെ ഭീഷണിയും ഉണ്ടാകുന്നു. പത്തനാപുരം പഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ നിരന്തരമായിട്ട് ഇങ്ങനെ അറവ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്തിലും അധികൃതർക്കും പരാതി നൽകി കുറച്ചൊക്കെ ശമനം കിട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ വീണ്ടും റോഡിലും തോടിൻ്റെ സൈഡുകളിലും മറ്റ് പുരയിടങ്ങളിലൊക്കെ അറവ് മാലിന്യങ്ങൾ ഇടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ട് ഇതിന് ഒരു അറുതി വരുത്തണമെന്നും, ഇല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിലേക്കും പഞ്ചായത്തിലേക്കും സമരങ്ങൾ പോലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KIP കനാൽ കരകവിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറി. വള്ളികുന്നം, താമരക്കുളം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. ഇതേസമയം കനത്ത വേനലിൽ വെള്ളമെത്തിയത് പ്രദേശവാസികൾക്ക് അനുഗ്രഹവുമായി.
വള്ളികുന്നം കടുവിനാൽ താമരക്കുളം ചത്തിയറ എന്നിവിടങ്ങളിലാണ് KIP കനാൽ കരകവിഞ്ഞത്. ഇതേ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. നേരിയ തോതിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വെള്ളമൊഴുക്കിന്റെ ശക്തി KIP അധികൃതർ കുറച്ചു. ഇതേ തുടർന്നാണ് നീരൊഴുക്കിന് നേരിയ കുറവുണ്ടായത്. ആഴ്ചകളായി പ്രദേശം കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായാണ് KIP കനാൽ തുറന്നുവിട്ടത്. ഇതേസമയം കടുത്ത വേനലിൽ കനാലുകളിലൂടെ വെള്ളമെത്തിയതോടെ കിണറുകളിലും വെള്ളം നിറഞ്ഞു. ഇത് താൽക്കാലികമായെങ്കിലും പ്രദേശവാസികൾക്ക് അനുഗ്രഹമായി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി സപ്ലൈകോ വിഷു മാർക്കറ്റുകൾ. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചൊവ്വാഴ്ച വരെ വിഷുചന്തകൾ പ്രവർത്തിക്കും. വിഷുക്കൈനീട്ടം 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കടി പ്രത്യേക കിറ്റുകളും സപ്ലൈകോ വിഷുവിന് ഒരുക്കിയിട്ടുണ്ട്. വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി സപ്ലൈകോയുടെ വിഷു മാർക്കറ്റുകൾ സജീവമാകുന്നു. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചൊവ്വാഴ്ച വരെ വിഷുചന്തകൾ പ്രവർത്തിക്കും. വിഷുക്കൈനീട്ടം, 16 അവശ്യ സാധനങ്ങളടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് എന്നിവയും സപ്ലൈകോ വിഷുവിന് ഒരുക്കിയിട്ടുണ്ട്. 101 രൂപ വിഷുക്കൈനീട്ടം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോർ, പെട്രോൾ ബങ്ക്, LPG ഔട്ട്ലെറ്റ് എന്നിവ ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വിഷുക്കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പണുമായി 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപ കിഴിവ് ലഭിക്കും. വിഷുക്കണി കിറ്റ് 1250 രൂപയുടെ 16 അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇത് ലഭ്യമാകും. കിറ്റ് 1001 രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത്. പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി, ശബരി പായസ മിക്സ്, പായസക്കൂട്ട്, മിൽമ നെയ്യ്, ശബരി വെളിച്ചെണ്ണ, ഗോൾഡ് ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ അടങ്ങിയതാണ് കിറ്റ്. ശബരി ഉൽപ്പന്നങ്ങളും വേഗത്തിൽ വിറ്റ് ചെയ്യുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും പ്രത്യേക നിരക്കിൽ വിഷുചന്തകളിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊട്ടാരക്കരയിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. 15000 വോട്ടിന് വിജയിക്കുമെന്നാണ് LDF, UDF മുന്നണികളുടെ അവകാശവാദം. ജയം ഉറപ്പാണെന്ന് NDAയും പറയുന്നു. വിജയം അവകാശപ്പെടുമ്പോഴും മുന്നണികളിൽ ആശങ്കയുമുണ്ട്. കൊട്ടാരക്കര നഗരസഭ കുളക്കട, മൈലം, നെടുവത്തൂർ, എഴുകോൺ, കരീപ്ര, വെളിയം, ഉമ്മന്നൂർ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലം. 75.12 പോളിംഗാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഉമ്മന്നൂർ പഞ്ചായത്തിലൊഴികെ എല്ലായിടത്തും KN ബാലഗോപാൽ ലീഡ് നേടുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. വെളിയം, കരീപ്ര പഞ്ചായത്തുകളിൽ ലീഡ് 3000 കടക്കുമെന്നും കണക്കുകൂട്ടുന്നു. എന്നാൽ കൊട്ടാരക്കര നഗരസഭ, മൈലം, ഉമ്മന്നൂർ പഞ്ചായത്തുകളിൽ 8000-ലേറെ ലീഡ് P. ആയിഷ പോറ്റിക്ക് ലഭിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സ്ത്രീ വോട്ടർമാരുടെ ഒഴുക്ക് ഇതിന് തെളിവാണെന്നും UDF നേതൃത്വം പറയുന്നു. നെടുവത്തൂർ, കുളക്കട, മൈലം, കരീപ്ര പഞ്ചായത്തുകളിലെ നിർണായക ശക്തിയാണ് BJP എന്നും R. രശ്മി മുന്നിലെത്തുമെന്നുമാണ് NDA നേതൃത്വത്തിന്റെ അവകാശവാദം. 1,93,272 വോട്ടർമാരാണ് കൊട്ടാരക്കര മണ്ഡലത്തിലുള്ളത്. 1,45,186 വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കുകളിൽ മുന്നണികൾക്ക് ആശങ്കയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷുചന്തകൾക്ക് തുടക്കം. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിലും പന്മനയിലും വിഷുചന്തകൾ ആരംഭിച്ചു. കുടുംബശ്രീ തനത് ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ലഭ്യമാകും. ഓച്ചിറയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി. പരബ്രഹ്മ ആശുപത്രിയുടെ മുൻവശം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടത് തുറക്കണം. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും എല്ലാ മലയാള മാസവും ശബരിമലയ്ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും പ്രവർത്തക സമിതി യോഗം. കരുനാഗപ്പള്ളിയിൽ താലൂക്ക് ലൈബ്രറി സംഗമം. കേരള ലൈബ്രറി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗ്രന്ഥശാലകളുടെ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാനും തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.